കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. കോടതിയിൽ നിന്നും സമൻസ് അയക്കുമ്പോൾ പോലീസ് നിർദ്ദേശിക്കും പ്രകാരം കക്ഷികൾ കോടതിയിൽ വന്ന് നേരിട്ട് ഫൈൻ അടച്ച് കേസ് തീർക്കുന്നത്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി കോംപ്ലിക്കേഷൻസ് നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫൈൻ അടക്കുന്നത് വഴി നിങ്ങൾ കോടതിയിൽ വന്ന് കുറ്റം സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത കുറ്റം തന്നെയാണ് പോലീസ് ആരോപിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറ്റസമ്മതം നടത്തുന്നതിൽ തെറ്റില്ല. എന്നാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാണോ കുറ്റം സമ്മതിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പോലീസ് നിങ്ങളെ കൊണ്ട് പിഴ അടപ്പിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പോലീസാണ് നിങ്ങൾക്കെതിരെ കേസ് ബോധിപ്പിക്കുന്നത്. അതേ പോലീസ് തന്നെ നിങ്ങളെ കൊണ്ട് പിഴ അടപ്പിക്കുന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പരാതിക്കാരനായി ഒരു കേസ് ബോധിപ്പിച്ച് നിലവിലിരിക്കുകയും അതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എതിർകക്ഷി നിങ്ങൾക്കെതിരെ ഒരു കൗണ്ടർ കേസ് ബോധിപ്പിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ നിലവിലുണ്ടാകും. ഈ സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് സമൻസ് വരുമ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ആ കേസിൽ പോയി പിഴ അടക്കുന്നത് വഴി നിങ്ങൾ ബോധിപ്പിച്ച കേസിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതായിത്തീരും. ഉദാഹരണത്തിന്, നിങ്ങളെ ആയുധം വെച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് എല്ലുപൊട്ടലടക്കമുള്ള പരിക്കുകൾ പറ്റിയ ഒരു കേസാണ് നിങ്ങൾ ബോധിപ്പിച്ചതെന്നിരിക്കട്ടെ. അതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എതിർകക്ഷി നിസാര പരിക്കുകൾ കാണിച്ചുകൊണ്ട് ഒരു കൗണ്ടർ കേസ് ബോധിപ്പിക്കുന്നത് സാധാരണയാണ്. നിങ്ങൾ അറിയാതെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കൗണ്ടർ കേസിൽ പോയി കുറ്റസമ്മതം നടത്തി പിഴ അടക്കുന്നത് വഴി നിങ്ങൾ ബോധിപ്പിച്ച കേസ് കോടതിയിൽ നിലനിൽക്കാത്ത സാഹചര്യമാണ് വന്നു ചേരുക. മാത്രമല്ല, എതിർകക്ഷിക്ക് നിങ്ങളുടെ കുറ്റസമ്മത മൊഴി തെളിവായി കാണിച്ചുകൊണ്ട് സിവിൽ കോടതിയെ ബോധിപ്പിച്ച് നഷ്ടപരിഹാരം ഈടാക്കാൻ സാധിക്കുന്നതുമാണ്.